അല്പം സന്തോഷകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മറ്റൊന്നുമല്ല, മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ച് നമുക്ക് പേടിയോടെയല്ലേ ഇപ്പോഴും ഓർക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നല്പം ആശ്വസിക്കാവുന്നൊരു ദിവസമാണ്. അവിടെ വീട് നഷ്ടപ്പെട്ട 51 കുടുംബങ്ങൾക്ക് ഇന്ന് വീടായിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഭവന പദ്ധതിയുടെ ആദ്യഘട്ടം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. രണ്ടാം ഘട്ടം അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. സർക്കാരിൻ്റെ ഭവന പദ്ധതി അടുത്ത ദിവസം മാർച്ച് 1 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അവിടെയും നിരവധി ആളുകൾക്ക് വീട് ലഭ്യമാവുകയാണ്. അങ്ങനെ മുണ്ടക്കൈ പുനരധിവാസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഏതാനും മാസങ്ങൾക്കകമോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കകമോ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ദാവൂദ് സാഹിബ്, ഒരു രാഷ്ട്രീയ പാർട്ടി, അത് നമുക്ക് ലീഗിനെ കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി സ്വന്തമായി പണം കണ്ടെത്തി ഇത്രയേറെ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷദായകമല്ലേ? തീർച്ചയായിട്ടും. മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ 105 വീടുകളാണ് അവർ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. 51 വീടുകൾ ഇന്ന് ഹാൻഡ് ഓവർ കഴിഞ്ഞു തോന്നുന്നു, കഴിഞ്ഞിട്ടുണ്ടാവണം. അതെ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡി ടു ഒക്യുപ്പൈ ആയിട്ടാണ് അതൊരു കൊടുക്കുന്നത്. വെച്ചാൽ എല്ലാം അതിൽ ഫേർണിച്ചർ, കിച്ചൺ യൂട്ടൻസിൽസ്, അപ്ലയൻസ് എല്ലാം അടക്കം അവർക്ക് വന്ന് കയറി താമസിച്ചാൽ മതി. ബാക്കി മാർച്ചിലോ മറ്റോ ബാക്കി 105 ബാക്കി വീടുകൾ, 52-53 വീടുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ഗവൺമെൻറ്റിൻ്റെത് 178 വീടുകളുടെ ഹാൻഡ് ഓവറാണ് നാളെ മറ്റോ അല്ലേ നടക്കുന്നത്. വിത്തിൻ ഡേയ്സ് അത് നടക്കും. പക്ഷേ അതിലുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു റെഡി ടു ഓക്യുപ്പൈ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിട്ടില്ല. കൺസ്ട്രക്ഷൻ പൂർത്തിയായിട്ടുണ്ട്, പക്ഷേ ഈ ഇലക്ട്രിസിറ്റി കണക്ഷനുമായിട്ടുണ്ട്. പക്ഷേ മറ്റ് സംഗതികളൊന്നും ആയിട്ടില്ല. തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് താമസിക്കുന്നതിലും പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമാനിക്കാവുന്നൊരു ദിവസമാണ്. കാരണം നൗഫൽ പറഞ്ഞ പോലെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഗവൺമെൻറ് മെഷീനറിയേക്കാൾ ഗംഭീരമായിട്ട് അവർ ആക്ട് ചെയ്തു, അവർ ഡെലിവർ ചെയ്യുന്നു, അവരുടെ പ്രോമിസ് അവർ പാലിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ആ പാർട്ടിയെ സംബന്ധിച്ചത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പബ്ലിക് റിലേഷൻ ഡിസാസ്റ്റർ കൂടെയാണ്. കാരണം എന്താണ്, ഒരു സേവിയർ മാൻ എന്നുള്ള നിലക്ക് ഒരു അങ്കിൾ, ഇൻഹൗസ് അങ്കിൾ എന്നുള്ള ഒരു ഇമേജ് പിണറായി വിജയനൊക്കെ സൃഷ്ടിക്കുന്ന ആ നിലക്കുള്ള ഒരു ക്യാമ്പയിനാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ CPM നടത്തിയത്. ഈ ഇലക്ഷനിലും ആ നിലക്ക് തന്നെയായിരിക്കും. എല്ലാം ഒരു അബ്സല്യൂട്ട് പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു ആളാണ് പിണറായി വിജയൻ എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ നോക്കൂ, നിങ്ങളുടെ ഈ അബ്സല്യൂട്ട് പ്രൊവൈഡറേക്കാൾ, ദ കംപ്ലീറ്റ് പ്രൊവൈഡറേക്കാൾ നമ്മളിവിടെ ഉണ്ട്. നമ്മളെ പാണക്കാട്ട് തങ്ങളുണ്ട്, ഞങ്ങളുടെ സംഘമുണ്ട്, ഞങ്ങളിത് കൊടുത്തിരിക്കുന്നു. എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെ ഭയങ്കര മനോഹരമാണ്. അതൊരു അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്ചർ കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. വെൽ ഡിസൈൻഡാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന ഏരിയയാണ് ചാരിറ്റി എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ബാംഗ്ലൂർ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിവിടെ ബാംഗ്ലൂരിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു അജ്ഞാത മൃതദേഹം കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യുക KMCCക്കാരെ വിളിക്കുക എന്നുള്ളതാണ്. എന്ന് നോക്കണം, ബാംഗ്ലൂരിലൊരു പോലീസ് ഓഫീസറാണ് പറയുന്നത്. ബാംഗ്ലൂർ നഗരത്തിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടാൽ അവർ ചെയ്യുന്നത് എന്താണ്, KMCCയെ വിളിക്കുക. KMCC എന്ന് പറഞ്ഞാൽ എന്താണ്, കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ സംഘടനയാണ്. എന്തായാലും പറയുക, പ്രവാസി സംഘടന എന്ന് പറയുന്ന സെറ്റപ്പാണ്. KMCC ഇവിടെ മാത്രം നമുക്കറിയാം, എല്ലായിടത്തും ഉണ്ട്. മലയാളികളുള്ളിടത്തെല്ലാം ഇപ്പോൾ KMCC വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരാശ്വാസമാണ്. അവരെ ഏൽപ്പിച്ചാൽ അവരത് ചെയ്തോളും. എന്താണ് അതിന് വേണ്ട ഡ്യൂ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അത് മൃതദേഹം എത്തിക്കുകയോ അല്ലെങ്കിൽ ക്രിമേഷൻ നടത്തുകയോ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോളും. അപ്പോൾ അതൊരു വലിയൊരു ബാഡ്ജാണ് ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം. ഗൾഫിൽ നമുക്കറിയാം മാസീവ് നെറ്റ്വർക്കാണ്, ചാരിറ്റി നെറ്റ്വർക്കാണ് അവർക്കുള്ളത്. KMCCക്ക് ഗൾഫിൽ ഓരോ പ്രദേശത്തും കമ്മിറ്റി, ഇപ്പോൾ ദോഹയിൽ പോയാൽ ദോഹ KMCC, കോഴിക്കോട് ദോഹ KMCC കാണും. അങ്ങനെ ഇവിടുത്തെ വടകര താലൂക്ക് KMCC ഇവിടുത്തെ സെറ്റപ്പിനനുസരിച്ച് അതേ സെറ്റപ്പ് ഗൾഫിൽ എല്ലായിടത്തും കാണും. അവരുടെ എല്ലാം ഈ പറയുന്ന ചാരിറ്റി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അതിൽ അസാധാരണമായിട്ടുള്ള മികവ് കാണിക്കുന്ന ഒരു സംഘടനയാണ്. നമുക്കറിയാം, ഇവിടെ ഈ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ CH സെൻറ്റർ എന്നുള്ളത് അതിൻ്റെ ഒരു പ്രവർത്തനം വൈപുല്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. തിരുവനന്തപുരത്ത് പോയാൽ കാണാൻ പറ്റും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയയാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ നിലയ്ക്ക് ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഏർപ്പാട് വേറെ എവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. മുസ്ലിം ലീഗിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനം അത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് അതൊരു ചാരിറ്റി സംഘടനയാകുന്നു. അപ്പോൾ ഈ
നമ്മൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് കണ്ടില്ലേ, മലപ്പുറം ജില്ലയിൽ കോവിഡ് സമയത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വേണ്ടത്ര മെഷീനറി ഇല്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ജില്ലാ കളക്ടർ എന്താ ചെയ്യുന്നത്, ഇല്ലാത്ത മെഷീനറിയുടെ എന്താണ് ലിസ്റ്റുമായിട്ട് തിരുവനന്തപുരത്തേക്കല്ല കത്തയക്കുന്നത്, എവിടത്തേക്ക് കത്തയക്കുന്നത്, പാണക്കാടേക്കാണ് കത്തയക്കുന്നത്. അപ്പോൾ പാണക്കാട് തങ്ങൾ പിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഇതല്ല ചെയ്യേണ്ടത്. ഇവിടെ മലപ്പുറത്തെ ഹോസ്പിറ്റൽ ഉപകരണങ്ങളില്ലെങ്കിൽ ആ ഉപകരണങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് അവിടെ എത്തിക്കാനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. അത് ചെയ്യാതെ പിരിവെടുക്കും, നാട്ടുകാരൊന്ന് പിരിവെടുക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ആശുപത്രിയും സ്കൂൾ കെട്ടിടം എല്ലാം അത് തന്നെയാണ്. പക്ഷേ അടുത്ത കാലത്ത് ആ ഒരു തിരിച്ചറിവ് മലപ്പുറത്തുകാർക്കും ലീഗുകാർക്കും ഇച്ചിരി വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിവേ എന്ത് തന്നെയാലും മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ട്രെങ്ത് ഏരിയയാണ് ചാരിറ്റി എന്നുള്ളത്. വയനാട്ടിൽ അവർ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഇത്രയും വളരെ പെട്ടെന്ന് അത് ഡെലിവർ ചെയ്യുന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇലക്ഷനിലേക്ക് പോവുകയാണ്, അവർക്ക് ഷോക്കേസ് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. അതിൽ സഹകരിച്ച എല്ലാവർക്കും അതിൻ്റെ ഇതുണ്ടാവും. മൊത്തത്തിൽ വയനാട് പുനരധിവാസം എന്നോട് മനസ്സിലാക്കേണ്ടത് ആസ് എ സൊസൈറ്റി നമ്മൾ മലയാളികൾ ഉണർന്ന് പ്രവർത്തിച്ച മലയാളികൾ എന്നുള്ളവർക്ക് വലിയ സോളിഡാരിറ്റി കാണിച്ച, കമ്പാഷൻ കാണിച്ച ഒരു സംഗതിയാണ്. ഈ സന്ദർഭത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ യാതൊരു പങ്കുമില്ലാതെ നിൽക്കുന്നൊരു കൂട്ടരുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രിയും ജിയും അവരുടെ പാർട്ടിയാണ്. അവരങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കൊച്ചിനെ താലോലിച്ചിട്ടുണ്ട്. അതെ, വാക്ക് പാലിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുണമാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആകുമ്പം അത് കൃത്യമായി പാലിക്കുമ്പം ആളുകൾ ഒരുപാട് സന്തോഷിക്കണം. മോദിജിയെ കുറിച്ചാണോ പറഞ്ഞത്? അദ്ദേഹം വാക്കൊന്നും കൊടുത്തിട്ടില്ല. മോദിജിയല്ല പറഞ്ഞു, അദ്ദേഹം വാക്കൊന്നും കൊടുത്തിട്ടില്ല, അദ്ദേഹം ഒരു വാക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ഒന്നും ചെയ്തിട്ടുമില്ല. അത് വേറെ കാര്യം. നമ്മളിതിൽ ശ്രദ്ധയുണ്ടായിരുന്നു. ബില്ല് അയച്ചു കൊടുത്തിട്ടുണ്ട്, മറ്റേ പാലം കെട്ടി. ഈ ചാരിറ്റി, ഒന്നാമത്തെ കാര്യം ചാരിറ്റി എന്ന് പറയുന്നത്, ചാരിറ്റി ആവശ്യമായി വരുന്നപ്പോഴാണ് ഭരണകൂടം ആ രംഗത്ത് പരാജയപ്പെടുമ്പോഴാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ചാരിറ്റി സംഘടനകളാണ്. ഒട്ടുമിക്ക സമുദായ സംഘടനകളും, മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകൾക്കും ചാരിറ്റി വിങ് ഉണ്ട്. അവർ നല്ല ഉഷാറായിട്ട് പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടിയും ചാരിറ്റി അവരുടെ ഒരു പൊൻതൂവലായി മാറുന്നത്. യഥാർത്ഥത്തിൽ ഈ ചാരിറ്റി ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? ആ ഭരണകൂടത്തിൻ്റെ ഡെലിവറി ശരിയാവാത്തതുകൊണ്ടാണ് ചാരിറ്റി ആവശ്യമായി വരുന്നത്. യഥാർത്ഥത്തിൽ ഭരണകൂടം ചെയ്യേണ്ട പണി മറ്റ് ചില സംഘടനകൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം അത് പൊളിറ്റിക്കൽ പാർട്ടി എന്നതിനുപരി ഒരു ചാരിറ്റി സംഘടനയാണെന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ശക്തിയും ദൗർബല്യവും അത് തന്നെയാണ് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പല ആളുകളും ഈ മുസ്ലിം ലീഗിലേക്ക് അണിചേരാൻ പോലും കാരണമാവുന്നത് അവരുടെ ഈ KMCCയുടെ നെറ്റ്വർക്ക് കണ്ട് ലീഗിൽ ചേർന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാർ നേതാക്കളായ ആൾക്കാരുണ്ട്. അത് KMCCയുടെ നെറ്റ്വർക്ക് കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ട് എന്നാൽ ലീഗിൽ ചേർന്ന് കളയാൻ തീരുമാനിച്ച ആളുകളുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരേ സമയം അവരുടെ ശക്തിയും ദൗർബല്യമാണ്. ഇത് എങ്ങനെയാണ് ശക്തിയാവുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ലീഗിൻ്റെ ഡെലിവറി, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഡെലിവറിയെക്കുറിച്ചുള്ള സംശയമുള്ളവർക്ക് ഇങ്ങോട്ട് തിരിയുമ്പോൾ ചാരിറ്റി കാണുകയാണ്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാർട്ടി അണികൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ടി നേതൃത്വത്തെ അമിതമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരേ സമയം അത് അവരുടെ ശക്തിയുമാണ്, ഒരേ സമയം ദൗർബല്യവുമാണ്. മറ്റൊരു കാര്യം സർക്കാരിനെ സംബന്ധിച്ചാണ്. സർക്കാരിന് എന്തുകൊണ്ട് ഇപ്പോൾ സർക്കാരിനേക്കാൾ മുമ്പ് ലീഗ് കൊടുത്തല്ലോ എന്ന് പറയും. സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു? സർക്കാരിനെ മുകളിൽ നിൽക്കുന്നവരെന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഷോ കാണിച്ചിട്ട് പോയി. എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ബില്ല് അയച്ചു കൊടുക്കുകയും കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര ഭരണകൂടത്തിലാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. നമ്മൾ മുണ്ടക്കയെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ജനത എന്ന അർത്ഥത്തിൽ നമ്മൾ എത്രമാത്രം യൂണിക്കാണ്. നമുക്ക് നമ്മളെപ്പറ്റി തന്നെ അഭിമാനം തോന്നേണ്ട ഒരു നിമിഷമാണ്. വേറെ ഒരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത, ലോകത്ത് ഏതെങ്കിലും ഭാഗത്ത് കാണാൻ കഴിയാത്ത ഒരു തരം ഐക്യം, ഒരു തരം ഐക്യദാർഢ്യം ഇത്തരം സന്ദർഭങ്ങളുണ്ടാകും. നമ്മൾ പ്രളയ സമയത്താണെങ്കിലും കോവിഡിൻ്റെ സമയത്താണെങ്കിലും ഈ ചൂരൽമല ഇൻസിഡൻറ്റിലാണെങ്കിലും മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ആ ഇരകളുടെ ഒപ്പം വിറ്റ്നസിനൊപ്പം നിൽക്കുന്ന കാഴ്ച, അത് എനിക്ക് തോന്നുന്നത് ലോകത്തെവിടെയെങ്കിലും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ മലയാളികളുടെ മാത്രം യൂണിക്കായിട്ടുള്ളൊരു സ്വഭാവമാണ്. പക്ഷെ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അവർക്കെതിരെ കരുതിയിരിക്കാനുള്ള സന്ദേശമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഏതായാലും ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗിൻ്റെ വീടുകൾ ആയി, അവർക്കത് കൈമാറിക്കഴിഞ്ഞു. ഇനി സർക്കാരിൻ്റെ വീടുകൾ വരും ദിവസങ്ങളിൽ കൈമാറും. പക്ഷേ ഒരാട്ടിൻകൂട് പോലും ഉണ്ടാക്കാത്ത മോദിജിയെ കൂടി സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാകുന്നു. നാളെ കാണാം. നമസ്കാരം.